മെസ്സേജ് ഒരു 9:34 എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പായെ ഒന്നും പറയല്ലേ, അതെൻ്റെ ഉമ്മ അയപ്പിക്കുന്നതാണ്. അവൾക്ക് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാം. തള്ളേരെ സമക്ഷത്തിലല്ല ഞാൻ അവളെ പ്രസവിച്ചതും ഞാൻ ജന്മം നൽകിയതും. പിന്നെ ഞാൻ പറയണം ആരാണെന്ന്. മസ്റൂർ ഖാൻ്റെ ഉപ്പ ഞാൻ പറയണം ആരാണെന്ന്. ഇവർ എൻ്റെ വീട്ടുകാർ തന്നെ എനിക്ക് ഒരുപാട് അവിഹിതം ഒപ്പിക്കുന്നുണ്ട്. അപ്പം പല ലോഡ്ജിലും പോയെന്ന് പറയുന്നുണ്ട്. അപ്പം ആരാണ് മസ്റൂർ ഖാൻ്റെ ഉപ്പാന്ന് ഇവർ തെളിയിക്കട്ടെ. പിന്നെ 10 വർഷം വരെ ചെലവിന് കൊടുക്കാത്ത നാവായിക്കുളത്ത് പഞ്ചായത്തിൽ വെച്ച് കണ്ടെന്ന് നിങ്ങൾ മെനിയാന്ന് കണ്ടതല്ലേ? അവൻ നാക്ക് പോലും തിരിയുന്നില്ല, മുണ്ടൂരി കൈ പിടിച്ചോണ്ടാണ് നടക്കണം. അവൻ കുടിച്ചുകൊണ്ടാണ് തൊലാക്കേറ്റിയത്. അവൻ മദ്യത്തിന്റെ കച്ചവടം ഒരുന്ന് സൗദി അറേബ്യയിൽ. ഇപ്പൊ എന്താ അവന്റെ പെണ്ണുമ്പിള്ള കൂടെ നിന്ന് പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയി. എന്തുകൊണ്ട്? അവന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടണം എന്തെങ്കിലും, ഒന്നീ ഒരു ചെറിയ സന്തോഷം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അവന് ചേർത്ത് പിടിക്കണം. പിന്നെ എൻ്റെ തള്ള പലരിടത്തും ഫോണിൽ പറയുന്നുണ്ട് ഗർഭിണി എന്നൊരു പരിഗണന. നിങ്ങൾ പട്ടി ഗർഭിണിയായാൽ പോലും നമ്മൾ അത് നമ്മൾ മാറി നടക്കും. അങ്ങനെ ഒരു വില പോലും നിങ്ങൾ തന്നില്ലല്ലോ തള്ളേ. നിങ്ങൾ മെനിയാന്ന് പബ്ലിക്കിന്റെ മുമ്പ് കൊച്ചിനെ കൊണ്ടുവന്ന് ചൈൽഡുകാർ നിരോധിച്ച്, ഇന്നലെ നിങ്ങൾ ചൈൽഡുകാർ വിളിച്ചിട്ട് നിങ്ങൾ. അപ്പോൾ ഈ ഫാമിലിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കില്ല. യൂട്യൂബിലൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്നും പിന്നെ യൂട്യൂബ് തുറന്നാലും അവരെ ഷാനു കുടിച്ചോന്നോ അല്ലെങ്കിൽ പിന്നെ മോൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അവൾക്കറിയാം അവന് കുടിച്ച് നല്ല മേല് വേദനാക്കും കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എന്നിട്ടാണ് ആ മഷൂർ എന്ന് പറഞ്ഞാൽ അവരെ മോളാണ് കേട്ടോ. മോള് അവൻ്റെ പിന്നെ അവളെ ഉമ്മാൻ്റെ ഉപ്പൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് അവള് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവൾ കണ്ടറിയാം. നല്ല പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ മോളെ തട്ടിയെടുത്തൊന്നും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ തെരുവാക്കും ഇതൊക്കെ ഉമ്മനെയും ഉപ്പനെയും പറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെയൊക്കെ കുടിച്ച് കൂത്താടി വരുന്ന അവൻ എന്തെല്ലാം ചെയ്യുന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. കുടിയൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലെവലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ മോളെ സുരക്ഷിതമായിട്ട് അവർ എല്ലാവരും കൂടെ കൂടി അവൻ്റെ മോളെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്ത് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിനാണെന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ അവസ്ഥ കണ്ടല്ലേ, നല്ല കുടിച്ചൊക്കെ വന്ന് നല്ല മേലുവേദന ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗർഭിണിയാണ്, പിന്നെ 7-8 മാസമൊക്കെ ആയിട്ടുണ്ട് ഗർഭിണിയായ. പിന്നെ അവളെയാണ് കേട്ടോ. അവനെ അത്രയും ഉപദ്രവിച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അവൾ വരുത്തി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അവളൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സ്വന്തം ഉമ്മ പറഞ്ഞതാണ് കേട്ടോ, അവന് കുടിയാണ്, അവന് ശരിയാവില്ല, അവന് വേണ്ട, നല്ല വിവാഹം ചെയ്തിട്ട് ഞങ്ങൾ നല്ല നിക്കാഹ് കഴിച്ചിട്ടാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അവൾ ഇട്ടത് കൂട്ടാക്കിയില്ല. എന്നിട്ട് ഇപ്പം നല്ല അനുഭവിച്ചാണ് കേട്ടോ. അന്ന് നല്ല മേലുവേദനയാക്കി നല്ല ഉപദ്രവം കാര്യങ്ങളും അവനെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞോളൂ വീഡിയോ ഇടും. പക്ഷെ നാളെ അവരൊന്നിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വീഡിയോസ് തന്നെ കേട്ടോ. ബാക്കി ഒന്ന് കണ്ടോക്കി. ഇതുണ്ടാ ഇന്ന് എത്ര ദിവസം കൊണ്ടിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ കുടിച്ച് തീർക്കണേണ്. എന്നെ മിണ്ടാൻ സമ്മതിക്കൂല. ഇതുണ്ടാ നിങ്ങൾ കണ്ട, ഇത് മൊത്തം കൂടിയാണ്. എന്നിട്ട് വെള്ളം ചേർക്കാതെയാണ് കുടിക്കുന്ന. ഇതിപ്പം അവര് ഉമ്മേനെ എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഇവിടെ വരരുത്, കുടിച്ചോണ്ട് വരരുത്. ഇതൊക്കെ എന്നിട്ട് ഒറ്റ ചാക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റ ചാക്ക്, 1-2 അല്ല. ഞാൻ വണ്ടി എടുത്തു കൊടുത്ത് ജീവിക്കാൻ നോക്കി. ഇപ്പൊ എന്നെ ഭയങ്കര ഉപദ്രവം. ഫ്രിഡ്ജിന്റെ മണ്ടയിലടി, അതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ നടക്കൂലേ. എന്റെ 4 ഭർത്താവിലും ഷംസ് മാത്രം റഹീമ് മാത്രമേ ഉള്ളൂ ഒരു ദിവസം കണ്ടേ കുടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിന് എന്നെ ആരും പറയല്ലേ. കാരണം എന്താ വെച്ചാൽ ഞാൻ ജീവിക്കാൻ വേണ്ടി ആ വിധം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ എടുത്തതാണ്. അവൻ രാത്രി മാത്രമേ വന്ന് ഇങ്ങനെ കുടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കാര്യം പോലും പറ്റുന്നില്ല. ഇന്ന് ഞാൻ എണീറ്റിട്ടില്ല. ഞാൻ ഇന്ന് എനിക്ക് BP ലോയാണ്. ഇന്ന് എത്ര ദിവസം കൊണ്ടെന്നറിയാമോ ഞാനിങ്ങനെ കിടക്കുക. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ പബ്ലിക്കിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ ഡി-അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പിന്നെ അവന് ഷാനേറിനാള് കുടിച്ച് കൂത്താടി വന്ന് നല്ല മേലെ ഉപദ്രവിക്കും, കുഞ്ഞുങ്ങളെ പിന്നെ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. വീഡിയോ തന്നെ അവൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുടിക്കുന്നു അതേമാതിരിക്ക് തന്നെ ഭയങ്കര ശല്യമാണ്. മറ്റേ മറിച്ച് അവന് പെണ്ണുപിടിയനാണ് കൊള്ളുപിടിയനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ അവൾ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവൾ നല്ലത് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാൽ പിറ്റേഴ്സ് അവർ ഒന്നിച്ച് നടന്ന വീഡിയോ ഇട്ടിട്ട് അങ്ങനെ അമ്മക്ക് വലിയ 10-11 വയസ്സായ മോളല്ലേ. അവനിങ്ങനെ കുടിച്ചൊക്കെ വന്ന് എന്തും ചെയ്യില്ല എന്ന് നമുക്ക് വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും പറയാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അവരുണ്ടല്ലോ പിന്നെ
അവരെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്താണ് കേട്ടോ മോള് പോയിട്ടുള്ളത്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് വിളിച്ചാക്കിയിരിക്കണ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. വന്നിട്ട് അവരെന്തെല്ലാം ഉമ്മനെ തെറിവാക്കും കാര്യങ്ങളും അവളെ യൂസ് ചെയ്തു അല്ലേ. ഇപ്പോൾ കണ്ടില്ല അവളെ അവസ്ഥ, നല്ല മേല് വേദന ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിയും കുത്തും. ഗർഭിണിയാണ്, ഗർഭിണിയായ പിന്നെ അവളൊക്കെ ഉണ്ടല്ലോ പിന്നെ വയറിൻ്റെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലേ അവൾ കരഞ്ഞ് വീഡിയോ ഇടുന്നത്. ബാക്കി കണ്ടുനോക്കി. ഇയാളെ എടുത്തതും ഞാൻ സ്നേഹിച്ചതും എല്ലാം എൻ്റെ തെറ്റാണ്. ഉമ്മേനെയും ഉപ്പേനെയും എല്ലാം ഉപേക്ഷിച്ചതും എൻ്റെ വാപ്പേനെയും എല്ലാം ഉപേക്ഷിച്ചതും എൻ്റെ തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ഷാനാണ്, വേറെ ആരുമല്ല. ആർക്കും ഒരു പങ്കില്ല. എൻ്റെ കടബാധ്യതയ്ക്കും കാരണം ഷാനാണ്. ഇത്ര എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കിതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നജിയെ ഞാൻ എന്താണ് മദ്യപാനം ഒഴിവാക്കാം. എൻ്റെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതാണ് മദ്യപാനം ഒഴിവാക്കാം, രാത്രി മാത്രമേ 2 ഗ്ലാസ് കുടിക്കുള്ളൂ. പക്ഷേ ഈ ലൈവ് ഞാൻ ഇന്ന് ഇടുന്നത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ ലൈവായിരിക്കും. അവസാനത്തെ ലൈവായിരിക്കും. ഈ വയറിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായാൽ ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് അവസാനത്തെ വാക്കാണ്. ഞാനിങ്ങനെ കിടക്കുക, ഞാൻ തന്നെയാണ് തലയിലെടുത്ത് വെച്ചത്, ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ഭീഷണി കാരണോട് ഞാൻ പലയിൽ വീട് പോയത്. എന്നെ വളയ്ക്കാൻ വേണ്ടി അവൻ പറഞ്ഞ വാക്കാണ് തോപ്പുംപടി പാലത്തിൻ്റെ മണ്ടേന്ന് ചാടുമെന്ന്. ഒരു ഗർഭിണിയായ അടി വയറ്റി ചവിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും സഹിക്കുമോ? അറിയാൻ വലിച്ചഴച്ച് മക്കൾ ഭയങ്കര വിളിയായിരുന്നു. ആരെങ്കിലും ഞാൻ എന്തെങ്കിലും ഈ കുഞ്ഞിനെന്തെങ്കിലും വയറ്റിൽ കിടക്കണം, കുഞ്ഞിന് സംഭവിച്ചു പോയാൽ വയറ്റിൽ കിടക്കണം, ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നജില എന്ന് പറയുന്ന, ഞാൻ യൂട്യൂബിൻ്റെ പേരൊക്കെ മാറ്റും, നജില എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവില്ല. എൻ്റെ മക്കൾ എൻ്റെ ഉമ്മയും ഉപ്പയും നോക്കണം. കുറേ ബാധ്യതയുണ്ട് അവൻ വന്നതിന് ശേഷം. അത് ഞാൻ തീർത്തോളും. ഞാൻ ഈ നാടും വിട്ട് എവിടെയും വിട്ട് ഞാൻ പോവും എങ്ങോട്ടെങ്കിലും. യൂട്യൂബ് വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു സമാധാനവും ഇല്ല. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ലൈഫ് എടുത്തത്. അവൻ വന്ന് കഥവിനൊക്കെ അടിക്കുന്ന അടിയാണ്. ഈ വയറ്റിൽ വളച്ച് കിടത്തിയിട്ട് ഈ മുതുവരിക്കൊക്കെ ഇടിച്ചിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്.